ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശിഷ്ടമായ ഒരു കാലയളവിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ്, പരിസമാപ്തി എന്ന് പറയുന്നത് വിശുദ്ധ വാരം. അത് നമ്മളിന്ന് ആരംഭിക്കുകയാണ്. വിശുദ്ധ വാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, യേശു നടത്തിയ ഒരു പുറപ്പാട്. ചിലരൊക്കെ പറയാറുണ്ട്, നീ എന്തിൻ്റെ പുറപ്പാടാണ്? ശരിക്കും ഏതാണ്ട് അതുപോലെ നമുക്ക് കാണാൻ പറ്റും. യേശു നടത്തിയ പുറപ്പാട് എന്തിലേക്കുള്ള പുറപ്പാടായിരുന്നു? ബൈബിളിൽ നമുക്ക് പുറപ്പാട് പുസ്തകം തന്നെയുണ്ട്. എന്തിലേക്കുള്ള പുറപ്പാടായിരുന്നു? തൻ്റെ കുരിശുമരണം, ഉത്ഥാനം, അതിലേക്കുള്ള ഒരു പുറപ്പാടായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഈ വിശുദ്ധവാരം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കണ്ടു, യേശു രാജകീയ പ്രവേശനം നടത്തിയത്, ജനമെല്ലാം അവന് ഓശാന പാടിയത്. അവിടെ അനുകൂല സാഹചര്യമായിരുന്നു. ഓശാന പാടാൻ അനുകൂലമായൊരു സാഹചര്യം. സാധാരണ ഈ പെസഹ തിരുനാളിന് ഒത്തിരിയേറെ ആളുകൾ, വളരെ ധനികരായിട്ടുള്ള വ്യക്തികളൊക്കെ കുതിരപ്പുറത്തും പ്രതാപത്തോടു കൂടിയൊക്കെ ജെറുസലേമിലേക്ക് വരും, ദേവാലയത്തിലേക്ക്. ആ സമയത്ത് നമ്മൾ കാണുകയാണ്, യേശു ചെയ്തൊരു കാര്യം. അന്ന് വരെ ആരും ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതയുടെ പുറത്ത്, രാജാക്കന്മാർ കുതിരപ്പുറത്ത്, രാജാതിരാജനായ യേശു ക്രിസ്തു വന്നത് കഴുതപ്പുറത്ത്. അങ്ങനെ അവിടെ പ്രവേശനം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊക്കെ ഭൂമിയിലുള്ള കാര്യങ്ങളിലാണോ വില കാണുക? യേശു കണ്ടത്, അവൻ കയറിയിരുന്നത് കഴുതയുടെ പുറത്താണ്. രാജാക്കന്മാർ കുതിരയുടെ പുറത്ത്. എന്തിൻ്റെ പുറത്തിരുന്നു എന്നുള്ളതല്ല അവന് വില നൽകിയത്, ഉന്നതത്തിൽ നിന്നുള്ള വില. പിതാവായ ദൈവമാണ് അവന് വില നൽകിയത്. നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, നമുക്ക് വലിയ ജോലിയില്ല, വലിയ ആരോഗ്യമില്ല, ആരും നമ്മളെ മാനിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമുക്ക് വില നൽകേണ്ടത് ഉന്നതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട വിലയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വില എന്നത് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, നമുക്കറിയാമല്ലോ, കർത്താവിശ്വംശിക ചെയ്ത ഒരു കാര്യം, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവൻ വില കൊടുക്കാൻ തയ്യാറായി, തൻ്റെ ജീവൻ പോലും നൽകാൻ അവൻ തയ്യാറായി. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, അടിച്ചവർക്ക് പുറം വിട്ടുകൊടുത്തു, അടിച്ചോളാൻ പറഞ്ഞു. അതുപോലെ താടിമീശ പറിക്കാൻ വന്നവർക്ക് കവിള് കാണിച്ചു കൊടുത്തു. എത്ര പേര് ഇങ്ങനെ ഒരു സംയമനത്തോടു കൂടി നിന്ന് കൊടുക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ? പക്ഷെ അതാണ്, കർത്താവ് വില കൊടുക്കാൻ തയ്യാറായി. രണ്ടാം വായനയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി മാറി. ദൈവവചനം ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അനുസരണക്കേട് കാണിക്കുന്നവൻ നശിക്കും. അനുസരണത്തിലൂടെയാണ് മഹത്വത്തിലേക്ക്, രക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യേശു നമുക്ക് നൽകിയ ആ വലിയ പാഠം, വിനയത്തിൻ്റെ എളിമയിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ ആ ഒരു പാഠം നമ്മൾ തിരിച്ചറിയണം. 2 തീമോത്തി 4-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ സുവിശേഷം പറയണം, സുവിശേഷമാകണം. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ട ഒരു കാര്യമാണ്, അനുകൂല സാഹചര്യത്തിൽ ഓശാന പാടി, പ്രതികൂല സാഹചര്യം വന്നപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. ആളുകളെല്ലാം അവനെ വിട്ടു പോകുന്ന ആ ഒരു രംഗം നമ്മൾ കണ്ടു. ഇന്ന് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത്, പാപികൾക്ക് ഓശാന പാടുന്നവരാണോ, അതോ നമ്മൾ ദൈവത്തിന് ഓശാന പാടുന്നവരാണോ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവരാണോ? സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരാണോ നമ്മൾ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് അവനോടൊപ്പം സഹിക്കാൻ പറ്റുക. അവനോടൊപ്പം സഹിച്ച് മരിക്കുമ്പോഴാണ് അവനോടൊപ്പം ഉത്ഥാനം ചെയ്യാനായിട്ട് സാധിക്കുക. ഇത്രമാത്രം വില കൊടുത്ത ഒരു യേശു ആണെങ്കിലും തനിക്ക് ലഭിച്ച മഹത്വം, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇത് ഒരു നല്ല കാര്യമായിരുന്നു, നഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല രാജാക്കന്മാരും വാളുകൊണ്ടും തോക്കുകൊണ്ടൊക്കെ ലോകം പിടിച്ചെടുക്കാൻ നോക്കി. പക്ഷേ യേശു
സ്നേഹം കൊണ്ട് ലോകത്തെ പിടിച്ചെടുത്ത ഒരു വ്യക്തിയാണ്. പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പോലും വിളിച്ചു പറഞ്ഞൊരു കാര്യം, നസ്രായനായ യേശുവേ, നീയാണ് വലിയവൻ, നീയാണ് സ്നേഹം കൊണ്ട് ലോകത്തെ പിടിച്ചടക്കിയത്. നമുക്കറിയാമല്ലോ, ഈ വിശുദ്ധവാരം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധീകരണം. യേശു ചെയ്തൊരു കാര്യമാണ്, ആലയം വിശുദ്ധീകരിച്ചു. കച്ചവട സ്ഥലമാക്കിയ ആലയം വിശുദ്ധീകരിച്ചുയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ ഹൃദയമല്ലേ ആലയമായി മാറേണ്ടത്? ദൈവം വസിക്കുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം നമ്മൾ വിശുദ്ധീകരിക്കണം. അതിനുള്ള ഒരു കാലയളവായിട്ട് ഈ വിശുദ്ധവാരത്തെ കണ്ടുകൊണ്ട് നല്ല കുമ്പസാരം, വചനത്തിൽ ആഴപ്പെടുക, വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുക, അങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവൻ്റെ മഹത്വത്തിലേക്ക്, ഉത്ഥാന തിരുനാളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് നിറവേറ്റുവാൻ വേണ്ട അഭിഷേകവും അനുഗ്രഹവും നൽകണമെന്ന് ഇന്നത്തെ ബലിയിൽ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.